ദൈവനാമം മഹത്വപ്പെടട്ടെ. പൗലോസ് തൻ്റെ ജീവിതാനുഭവങ്ങൾ വായനക്കാരുമായി പങ്കിട്ട ശേഷം ഫിലിപ്പയിലെ സഭയ്ക്ക് വിശ്വാസ ജീവിതത്തിലെ അടിസ്ഥാന തത്വങ്ങൾ വിശദമാക്കി കൊടുക്കുന്നു. സഭയുടെ പൊതുനന്മയെ കരുതി വ്യക്തി താൽപ്പര്യങ്ങളെ ബലി കഴിച്ച് ഇക്കാര്യം സംരക്ഷിക്കപ്പെടുക എന്നതാണ് ഉപദേശസാരം. 1-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളിൽ യോഗ്യമായി നടക്കുക, ധൈര്യമായി നിൽക്കുക എന്നുപദേശിക്കുന്നു. അതിലൊന്നാമതായി ആത്മാവിൻ്റെ ഐക്യം കാത്തുകൊള്ളുക. സുവിശേഷത്തിന് വേണ്ടി കൂട്ടായ സ്ഥിരത കാണിക്കുവാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. കഷ്ടതയുടെ പൊരുളറിഞ്ഞ് ആത്മനിയന്ത്രണം പ്രകടമാക്കുവാനാണ് ഉദ്ബോധിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷം വ്യക്തമാക്കുന്ന ജീവിതശൈലിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്കനുസരണമായി ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. പടയാളികളെല്ലാവരും യുദ്ധസ്ഥലത്ത് ഏകലക്ഷ്യത്തിലും ശൈലിയിലും പോരാടിയെങ്കിൽ മാത്രമേ ശത്രുവിനെ ജയിക്കുവാൻ സാധിക്കൂ. വിഭിന്ന അഭിപ്രായങ്ങൾക്കും വ്യത്യസ്ത വിധേയത്വത്തിനും ഇവിടെ സ്ഥാനമില്ല. ക്രിസ്ത്യാനികളും ഏകലക്ഷ്യവും പ്രവർത്തനശൈലിയും സ്ഥിരതയും ഐക്യവും ധൈര്യവും അഭംഗുരം കാത്തുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി സുവിശേഷ യുദ്ധം ചെയ്തെങ്കിലേ എതിർപ്പുകൾക്കതീതമായി വിജയിക്കുവാൻ സാധിക്കൂ. ഐക്യവും ഉറച്ച ലക്ഷ്യബോധവും പുരോഗതിക്കും ഭിന്നതയും സംശയവും അധോഗതിക്കും കാരണമാണല്ലോ. പ്രതികൂലതകളുടെയും പീഡനങ്ങളുടെയും നടുവിൽ നിർഭയമായും സഹനത്തോടുകൂടെയും ഫിലിപ്പിയർ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്നത് അവരുടെ എതിരാളികളുടെ നാശത്തിനുള്ള ഒരടയാളമായി പൗലോസ് അവർക്ക് കാട്ടിക്കൊടുക്കുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാൻ അവർക്കൊരിക്കലും കഴിയുകയില്ല. ദൈവത്തിനെതിരായുള്ള ഏത് പ്രവർത്തനവും ആത്മീകമായും ഭൗതികമായും സ്വനാശത്തിലെ കലാശിക്കുകയുള്ളൂ എന്ന് ഇത് ഉദ്ബോധിപ്പിക്കുന്നു. അതിൽ രണ്ടാമത്തേത് സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പൊരുതുക. ക്രിസ്തുവേശുവിനോടുള്ള കൂട്ടായ്മ വിശ്വാസത്തിൽ കൂടി നേടിയെടുത്തവർ അതേ ഐക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള സുവിശേഷ ദൗത്യത്തിൽ കഷ്ടതകൾ നേരിടുവാൻ ബാധ്യസ്ഥരാണ്. രക്ഷാസുവിശേഷത്തിന് വേണ്ടിയുള്ള ദൗത്യത്തിൽ ക്രിസ്തു മരണത്തോളം കഷ്ടത അനുഭവിച്ചതുപോലെ അവിടുത്തോട് നാം ഒന്നായിരിക്കുന്നതിനാൽ സുവിശേഷത്തിൻ്റെ പോർക്കളത്തിൽ അപമാനവും മുറിവും പ്രതീക്ഷിതമാണ്. ക്രിസ്തു ഗോഗുൽത്തായിൽ എന്നവണ്ണം പൗലോസ് റോമിലെന്ന പോലെയും ഫിലിപ്പിയർ ഫിലിപ്പയിലെ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ്. വ്യക്തിപരമായി അവരുടെ രോഗമോ അപകടമോ അല്ല, സുവിശേഷീകരണത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങളെയും അപമാനങ്ങളെയും പീഡകളെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂന്നാമതായി സഹനത്തിൻ്റെ രക്ഷാകര മൂല്യം. സഭാശുശ്രൂഷയിൽ ഇടയന്മാർക്കും സുവിശേഷകന്മാർക്കും അധ്യാപകർക്കും സംഘാടകർക്കും ഭരണകർത്താക്കൾക്കും സഭയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതികൂലതകളും അപമാനവും അപഹാസ്യവും പീഡനങ്ങളും നേരിടേണ്ടി വരുമ്പോൾ കഷ്ടത ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന ഒരു വരമാണെന്ന് ആശ്വസിക്കുവാനും അത് നമുക്ക് ലഭിച്ചതിൽ സന്തോഷിക്കുവാനും കഴിയണം. വിശ്വാസികളുടെ ജീവിതത്തിലും സുവിശേഷീകരണത്തിലും സാത്താനും അവൻ്റെ ദൂതന്മാരുമായുമോ തിന്മയ്ക്കടിമപ്പെട്ട ജനവുമായുമോ നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരും. പടയാളികളെല്ലാവരും യുദ്ധസ്ഥലത്ത് ഏക ലക്ഷ്യത്തിലും ശൈലിയിലും പോരാടിയെങ്കിൽ മാത്രമേ ശത്രുവിനെ ജയിക്കുവാൻ സാധിക്കൂ എന്നുള്ളതുപോലെ അപ്പോസ്തലനോട് ക്രിസ്തു കാണിച്ചു തരുന്ന മാതൃകയായ ക്രിസ്തുവിൻ്റെ സർവായുധങ്ങൾ എടുത്ത് നാം പോരാടേണ്ടതുണ്ട്. അപ്പോൾ വിജയം സുനിശ്ചിതം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.